ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പലപ്പം ഉണ്ടാക്കാം. പഴയ അമ്മമാരും കാരണവന്മാരൊക്കെ ഉണ്ടാക്കണതാണ്. ഇതിനകത്ത് അപ്പം ഉണ്ടാക്കും. അത് ഇത്തിരി വിടർന്നു പോയിട്ട് ഈ ഇല ഇതുപോലത്തെ ഇലയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ചുരുണ്ടിരിക്കുന്ന ഒരു ഇലയാണ് വേണ്ടത്. ഞാനത് വിടർന്നതാണ് എടുത്തേക്കണത് ഇപ്പം കേട്ടോ. നമ്മളെപ്പോഴും ഇത് നോക്കണം, പൂമ്പ് ഇലയാണ് വേണ്ടത്. ഇപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ചേമ്പിനകത്ത് കൂമ്പ് ഇടർന്നാണ് എല്ലാം ഉള്ളത്. അപ്പം ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഹെൽത്തിയായ ഒരു സാധനമാണിത്, ഈ ചേമ്പലപ്പം. പണ്ട് കാരണവന്മാരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. നമുക്കത് ഇന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി 2 കപ്പ് പൊടി എടുക്കാം. അരിപ്പൊടി വറുത്തതാണ് കേട്ടോ. ഇങ്ങനെ 2 പാത്രം പൊടി എടുക്കാം കേട്ടോ. പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് അളവൊന്നുമില്ല, ഞാൻ എൻ്റെ ഉദ്ദേശം വെച്ചാണ് എല്ലാ കാര്യങ്ങളും നോക്കണത് കേട്ടോ. ഞാനിപ്പോൾ വലിയ പാചകത്തിന് പോയാലും ശരി, എൻ്റെ അളവ് ഒരു ഉദ്ദേശമായിരിക്കും. പിന്നെ വേണ്ടത് ഞാൻ ഇട്ട് കൊടുക്കലാണ് പതിവ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഉദ്ദേശം വെച്ചാണ് വെള്ളം എടുക്കാറിട്ട്. ഇതിനൊന്നും എനിക്ക് അളവില്ല, എന്നാലും ഞാൻ ഒരു 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഇവിടെ. ഈ കപ്പ് കണ്ട 3 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുവാണ്. ഇത്രയും വെള്ളത്തിന് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഞാൻ 3 കപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. തീ കത്തി വെള്ളം ഒന്ന് തിളച്ചോട്ടെ, നല്ലപോലെ തിളക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഞാൻ കറണ്ട് പോകും, അപ്പം കറണ്ട് പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് തേങ്ങയും, ഒരു മുറി തേങ്ങയുണ്ട്, ഒരു 5-6 ചുവന്നുള്ളി ഉണ്ട്, കുറച്ച് നല്ല ജീരകം, പെരുംജീരകമല്ല നല്ല ജീരകം, അത് ഇതിനകത്തിട്ട് ഒതുക്കി എടുത്തേക്കുവാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. തേങ്ങ എത്ര ചേർത്താലും നല്ല രുചിയാണ് ഈ അപ്പത്തിന് കേട്ടോ. നമ്മൾ ആവിയിലാണ് പുഴുങ്ങണത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ വീട്ടുപണിക്ക് പോകുമ്പോൾ അവിടെ പട്ടന്മാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവർ ഉണ്ടാക്കിയിട്ട് ചായക്ക് കടിയൊക്കെ ഇതാണ് എനിക്ക് തരാറ്. ഞാൻ ഷേണായിസിൻ്റെ അവിടെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നത് ഈ പലഹാരമാണ്. അതിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ വായിലുണ്ട് കേട്ടോ, മറന്നിട്ടില്ല അതൊന്നും. വേണമായത് ഇതൊന്ന് കഴുകി ഒഴിക്കാം, വെള്ളം തിളച്ചിട്ട് കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കണം. വെള്ളം നല്ലോണം വെട്ടിത്തിളക്കണം കേട്ടോ, നല്ലപോലെ വെട്ടിത്തിളക്കണം. ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനായിട്ടോ എണ്ണ ഉണ്ടായിരുന്ന പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എണ്ണയ്ക്ക് പോകാൻ മടി. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചോട്ടെ കേട്ടോ. കുറച്ച് ഒരു ശകലം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യൊന്നും ആദ്യം ഉപയോഗിക്കാറില്ല, അതാണ് ഞാൻ ചെറിയൊരു ബോട്ടിൽ മേടിച്ച് വെക്കുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിന് നെയ്യ് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാനിത് മേടിച്ച് വെക്കാറില്ല. എൻ്റെ ആവശ്യത്തിന് ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് വെക്കും ഞാൻ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് വെള്ളം. അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇത് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കണം. അപ്പം നമ്മൾ ഇളക്കണത് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. സ്പൂണോ വലിയ തവിയോ
എന്തെങ്കിലും ഇട്ട് നമുക്ക് നല്ലോണം തിളച്ചിട്ടുണ്ട്, നല്ല വെട്ടി തിളക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചെറുതായിട്ട്, വെള്ളം കൂടി പോകരുത്. നമുക്ക് ആ ഇലയിൽ പരുത്താൻ പാകത്തിനുള്ള ഒരു പാകമുണ്ടല്ലോ, ആ പാകത്തിന് വേണ്ടി നമുക്ക് കുഴച്ചെടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. തേങ്ങയും ജീരകവും ഒക്കെ കൂടി അരച്ചെടുത്ത് കഴിയുമ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ പൊടിക്ക് നല്ലൊരു വാസനയാണ്. അത് കഴിക്കാൻ അപ്പം തന്നെ തോന്നും കേട്ടോ. നമുക്ക് അത്ര നല്ല വാസനയാണ് അതിന്. ജീരകമൊക്കെ ഇട്ട് അടിച്ച് വരുമ്പോഴേക്ക് നല്ല വാസനയാണ്. നമുക്കിതൊന്ന് നനച്ചെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ആറിയിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ഏതാണ്ട് ഒരു മാതിരി പാകമായിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങയാണ് 2 ഗ്ലാസ് പൊടിക്കെടുത്തേക്കണം. അത്രയും തേങ്ങ എത്ര ചേർത്താലും നമുക്ക് നല്ല രുചിയായിട്ട് കിട്ടും. കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നണം. നമുക്ക് ഇത്രയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇതൊന്ന് ചൂടാറിയില്ലേ, കുഴക്കാൻ പാടില്ല. അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ ഇത് ആറണം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുഴച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടാറി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ അപ്പച്ചെമ്പ് ഇതാണ് എടുത്തേക്കണത്, ചെറിയ അപ്പച്ചെമ്പാണ് എടുത്തേക്കണത്. നമുക്കിതിലേക്ക് 2-3 വേവിക്കാൻ വെക്കാം. ഇലയിൽ ചേമ്പിൻ്റെ ഇലയിൽ പരത്തിയിട്ട് വെക്കാം കേട്ടോ. മാറ്റി വെക്കാം. ഇലയിലേക്ക് പരത്താം. നല്ലോണം കനം കുറച്ച് പരുത്തണം. ഇത് കുറച്ച് വെള്ളം വേണം കയ്യിൽ തൊടാനായിട്ട്. നല്ലോണം കനം കുറക്കണം കേട്ടോ. കനം കുറച്ചിട്ട് ഇതെന്ത് ചെയ്യണം, ഇങ്ങനെ ചുരുട്ടി വെക്കണം. എന്താ ചുരുട്ടി വെക്കണം കേട്ടോ. അപ്പം അടുത്തതും കൂടി നമുക്ക് എടുക്കാം. നമുക്ക് ഈ കൂമ്പലയിലേക്ക് എടുക്കാം കേട്ടോ. ഇനി കൂമ്പലാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മുടെ കൂമ്പ് കിളിർത്ത് അടുത്ത ഇലയായിപ്പോയി. അപ്പം നമുക്ക് എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, മൂക്കാത്ത ഇല എടുത്താൽ മതി. നമ്മൾ ഇതും ചുരുട്ടി കൊടുക്കാം കേട്ടോ.
അല്ല ചുരുട്ടിയെടുത്ത് നമുക്ക് ഏതായാലും ഈ അപ്പച്ചട്ടിലേക്ക് എടുത്ത് വെക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. എന്തോട്ടെ സ്റ്റൗ ഒന്ന് തീ കൂട്ടി കൊടുക്കാം. അതിൽ തീ കൂട്ടിയാൽ വേഗം വെള്ളം വറ്റി പോകും. അതുകൊണ്ടാണ് ഇത്ര ചെറുതാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിത് പരത്തി വെക്കാം കേട്ടോ. നല്ലോണം പരത്തി വെക്കാം. നമുക്ക് ചുരുട്ടി വെക്കാം കേട്ടോ. ഇനി നെറ്റ് മുറിച്ച് കളയണം. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇതൊന്ന് പരത്തിക്കോട്ടെ. ഇപ്പം ഇതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ അട പോലെ നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന പോലെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് പരത്തിയേക്കണത്. 2 എണ്ണം ഇത് മാത്രം ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചുരുട്ടി എടുക്കണം കേട്ടോ. ചുരുട്ടി എടുത്താലാണ് അതിൻ്റെ ഇലയെല്ലാം നമ്മുടെ വയറ്റിൽ പോവുള്ളൂ. നല്ല ഹെൽത്തിയായ ഒരു ഫുഡാണിത്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വെന്തോട്ടെ, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മുടെ ചേമ്പലപ്പം വെന്തോന്ന് നോക്കാം കേട്ടോ. തീ ഒന്ന് താത്തി വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറിയിട്ട് മുറിച്ച് കഴിക്കാം കേട്ടോ. അടുത്തതും കൂടി ഇതും കൂടി വെച്ച് കൊടുക്കാം. ഇത് 2 അടയാണ് കേട്ടോ. അതിൻ്റെ ഇത് ചുരുട്ടി വെച്ചതാണ്. ഇരിക്കട്ടെ, ഇതും കൂടി വെന്തോട്ടെ. അപ്പം നമ്മുടെ ചേമ്പല അപ്പം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആറിയിട്ടൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്നാലും ചൂടാറിയിട്ടില്ല. ഞാനൊന്ന് മുറിച്ച് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ചൂടാണ്.
സൂപ്പർ സാധനമുണ്ട്. കഴിച്ചു പോകണം, ഉണ്ടാക്കി കഴിച്ചു പോകണം. ചേമ്പലയൊക്കെ നല്ല ഹെൽത്തിയായ സാധനങ്ങളാണത്. അപ്പം അതിൻ്റെ കൂടെ ഈ പൊടിയും കൂടി വെന്ത് കഴിയുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ? പ്രത്യേക ഒരു രുചിയാണ് ഇതിന്. കഴിച്ചു നോക്കാം, ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അത് വെന്തിട്ടില്ല. നമുക്ക് എല്ലാവരും കണ്ടല്ല ചേമ്പല. അപ്പം തേങ്ങയാണ് ഇതിൻ്റെ നല്ല സ്വാദ് വരണം. തേങ്ങ ചേർക്കണം. തേങ്ങ നല്ല ജീരകവും ഉള്ളിയും കൂടി ചേർത്ത് നല്ലോണം ഒതുക്കിയെടുക്കണം. ഒതുക്കിയാൽ മതി, നല്ലോണം അരയണമെന്നൊന്നുമില്ല. വെള്ളം വെട്ടി തിളപ്പിച്ച് ഒഴിക്കണം പൊടിയിൽ, എന്നാലേ നമുക്ക് മയം കിട്ടുള്ളൂ. പിന്നെ ഇത് കർക്കിടക മാസത്തിലാണ് കൂടുതലും കഴിക്കാറ് ആളുകൾ. ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷേ എന്നാലും നല്ല രുചിയാണ്. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഹെൽത്തിയാണ്. ഈ ഫുഡ് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഇടിയപ്പത്തിന് പൊടി ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും ഉള്ളിയൊക്കെ കൂടി ഒതുക്കി അതിനകത്ത് ഇട്ടേക്കുക. എന്നിട്ട് വെള്ളം തിളപ്പിച്ചൊഴിക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയ വേഗം കഴിയുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ആർക്കെങ്കിലും ക്ലീനിങ്ങിന് ആളാവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ നമ്പർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വിട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ക്ലീനിങ്ങിന്. 100% എന്നെ വിശ്വസിക്കാം. ഞാൻ 12 വർഷം ഒരു ഓഫീസിൽ ജോലി എടുത്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു കാരണമല്ല, ചെറിയ തർക്കങ്ങളുണ്ടായി, അതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പം എനിക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നിയില്ല. അവർ പോകാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സ്വയം പോകുന്നതാണ് അവിടെ നിന്ന്. അപ്പോൾ ക്ലീനിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. നമ്പർ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.